പ്രിയമുള്ളവരെ, നുണ പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ ഒരിക്കലും തർക്കിക്കാൻ പോകരുത്. എന്താണ് കാരണം എന്നറിയോ? അവരെപ്പോഴും അവരുടെ നുണയിലായിരിക്കും ഉറച്ചു നിൽക്കുന്നത്. നമ്മൾ എത്ര സത്യം പറയാൻ ശ്രമിച്ചാലും അവരുടെ നുണയിൽ അവർ ഊന്നി നിൽക്കുന്നിടത്തോളം കാലം ആ ആർഗ്യുമെന്റിൽ നമുക്ക് ജയിക്കാൻ കഴിയത്തില്ല, തർക്കത്തിൽ നമുക്ക് ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് സിമ്പിൾ ആയിട്ട് പറയുന്നത്, നുണ പറയുന്ന അല്ലെങ്കിൽ ഒരു നുണയുമായിട്ട് തർക്കിച്ചാൽ സത്യത്തിൽ ഒരിക്കലും വിജയിക്കാൻ കഴിയത്തില്ല. അത് ഈ ലോകത്തിന്റെ ഒരു നടപ്പാണ്. പക്ഷെ ഒരു കാര്യം സത്യമാട്ടോ, എന്നും ആ സത്യം അവിടെ തോക്കത്തില്ല. സത്യം ജയിക്കുന്ന ഒരു ദിവസമുണ്ട്. പക്ഷെ നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കണം. നമ്മൾ തർക്കിച്ച് സമയം കളയേണ്ട കാര്യമില്ല. നമ്മൾ അവരുമായിട്ട് മൽപ്പിടുത്തം നടത്തിയിട്ട് വിജയിക്കണമെന്ന് ആഗ്രഹിക്കേണ്ട കാര്യമില്ല. നമ്മൾ എത്ര ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും അംഗീകരിക്കാത്തതിന് കാരണം അവരുടെ ഉള്ളിൽ അത് തെറ്റാണെന്നുള്ള ആ ഒരു ധാരണ കിടക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നുണയുള്ള വശം, നുണയുടെ ആ ശക്തി, കള്ളത്തരത്തിന്റെ ശക്തി അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ധാരാളമായിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ സത്യവുമായിട്ട് അവരുമായി തർക്കിക്കാൻ ശ്രമിക്കുമ്പോൾ അവരൊരിക്കലും നമ്മുടെ കൂടെ വരാതെ. പക്ഷെ നിരാശപ്പെടേണ്ട കാര്യമില്ല. നമുക്കൊരു ദിവസമുണ്ട്, നമുക്കൊരു സമയമുണ്ട്. നമ്മൾ ന്യായത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, നമ്മൾ സത്യത്തിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ, നമ്മൾ അന്യായം ചെയ്യാതെ കാര്യങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട്, നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ നല്ല വശങ്ങളെ തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം സർവശക്തനാണ്. ലോകം യേശുവിനെ കല്ലറയ്ക്കകത്ത് വെച്ചു. വലിയ ശക്തിയുള്ള കല്ല് വെച്ച് കല്ലറ അടച്ചു. ശക്തമായ ചങ്ങലയിട്ട് പൂട്ടി അതിന് മുദ്ര വെച്ചു. ലോകത്തിന്റെ ചിന്ത, ഓ, യേശു കല്ലറയ്ക്കകത്ത് അടക്കപ്പെട്ടു, ഇനി ഒരു കാലത്തും പുറത്തു വരത്തില്ലെന്ന്. പക്ഷെ പ്രിയമുള്ളവരെ, സത്യം ഉള്ളിലുണ്ടായിരുന്ന യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മൂന്നാം ദിവസം ഒരാള് പോലും കല്ലും ചങ്ങലയും ബന്ധനങ്ങളും അഴിച്ചു മാറ്റി കൊടുക്കാതെ സ്വയം അതിനെ തകർത്ത് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അസത്യം ഞാനാണ് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു സത്യത്തെ എത്ര തിന്മ കൊണ്ട് നമ്മൾ അടക്കാൻ ശ്രമിച്ചാലും, അങ്ങ് മറച്ച് പുതപ്പിച്ച് അതിനെ കാണാതെ വണ്ണം നമ്മൾ എത്ര മറച്ചു പിടിച്ചാലും സമയമാകുമ്പോൾ സത്യം പുറത്തു വരും. അതാ യേശുവിന്റെ ഉയർപ്പിലൂടെ കാണാൻ സാധിക്കുന്നത്. ലോകം വിചാരിച്ചു തീർന്നു, അയ്യേ ഇനി യേശുവോ പുറത്തു വരുമോ? അവൻ അടക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, കല്ലറയും ബന്ധിച്ചു. നെവർ. ബട്ട് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പ്രിയമുള്ളവരെ, യേശു പറഞ്ഞതുപോലെ കല്ലറയെ തകർത്ത്, കല്ലറയെ ബന്ധിച്ചിരുന്ന ബന്ധനങ്ങളെ തകർത്തുകൊണ്ട് സ്വയം പുറത്തു വന്നതുപോലെ ഞാൻ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന സത്യമുണ്ടല്ലോ, ആ സത്യത്തെ മറച്ച് അവിശ്വാസികളായ ആളുകൾ, അല്ലെങ്കിൽ സത്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത, തെറ്റിനെ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുന്ന കള്ളന്മാരായ ആളുകൾ, കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്ന ആളുകൾ, നമ്മുടെ സത്യത്തെ എത്ര മറച്ചു വെച്ചാലും അധികം നാൾ അതിനെ മറച്ചു കൊണ്ടുപോകാൻ കഴിയത്തില്ല. സമയമാകുമ്പോൾ നമ്മിലുള്ള സത്യം അത് പുറത്തു വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്തിനാ ഭാരപ്പെടുന്നത്? അതിനെന്തിനാ പ്രയാസപ്പെടുന്നത്? ഒരു വേള നമുക്ക് ദുഃഖം തോന്നിയാൽ, ഇവരെന്താ ഇങ്ങനെ എന്നോട്, അല്ലെങ്കിൽ ഇവരെന്താ എന്റെ ഈ പറയുന്ന കാര്യം അങ്ങ് അംഗീകരിക്കാത്ത, എന്തുകൊണ്ട് അത് ഉൾക്കൊള്ളാത്ത എന്നുള്ള സങ്കടം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വേള തോന്നിയാലും അതൊരു വലിയ സങ്കടമായിട്ട് നമ്മൾ നിലനിൽക്കാൻ പാടില്ല. അതിനങ്ങ് വിട്ടേറെ സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവം, സത്യത്തെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ദൈവം, സത്യത്തെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടിയുണ്ട്. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അവൻ പ്രവർത്തിച്ചാൽ അവന്റെ പ്രവൃത്തിയെ ഈ ലോകത്തിന് ഒരു ശക്തിക്ക് തടുക്കാൻ കഴിയാതെ വണ്ണമുള്ള പ്രവൃത്തിയാണ്. വിശ്വസിക്കാം, ഏറ്റെടുക്കാം, മാറോട് ചേർക്കാം. ദൈവമേ, സത്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ നീതിയുടെ പ്രവൃത്തി, നീതിയുടെ കരത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ എന്റെ വിഷയത്തിൽ വെളിപ്പെടുത്തണമേ. ഞാൻ തർക്കിക്കുമ്പോൾ, സത്യം വെച്ച് തർക്കിക്കുമ്പോൾ,
കള്ളം പറഞ്ഞ് അതിനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ സത്യമെന്ന് തെളിയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. കാത്തിരിക്കാം, സമയത്തിനു വേണ്ടി കാത്തിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.